നമസ്കാരം ചേട്ടാ. പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഫിറോസ് ഖാൻ സെക്കൻഡ് ഹസ്ബൻഡ്. അതെ 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 അതെ. ഫിറോസിന്റെ ആദ്യത്തെ അഫെയർ ഞാൻ പൊക്കുന്നത് വീട്ടിൽ നിന്നപ്പോൾ ഒരു 2 മണി സമയത്ത് എനിക്ക് എന്തോ എനിക്ക് മനസ്സിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അപ്പം ഫിറോസ് ഖാനെ വിളിക്കാൻ തോന്നി. അപ്പോൾ ഉടനെ ഫിറോസിന്റെ ഫോൺ കോൾ വെയിറ്റിംഗാണ്. നമുക്കത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു എനിക്കിതിപ്പോൾ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റുന്നില്ല. അത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. ലിസ്റ്റ് എടുത്തപ്പം എല്ലാ നൈറ്റുകളിലും 12-1 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്ന വെളുപ്പിനെ വരെ ത്രൂ ഔട്ട് ഈ കോളിൽ ചെയ്യുന്നുണ്ട്. ലോക്കൽ നമ്പറില്ല അല്ലേ? ഒരു ലോക്കൽ നമ്പർ ചെയ്യുന്ന സുരേഷ, നിങ്ങൾ തമ്മിൽ രണ്ടാളും കൂടെ ഒളിച്ചോടി പോകാനായിട്ട് വല്ല പ്ലാനും ഉണ്ടാ? ഞാൻ അന്നേരം നേരെ എടുത്ത് റെക്കോർഡിംഗ് ഓപ്ഷൻ നോക്കി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് കുറെ ഈ റെക്കോർഡിംഗ് ഉള്ളത് പുള്ളിക്കാരന് അറിയത്തില്ലായിരുന്നു. ഉറക്കം വരുന്നു. ഫോണിന് എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ. എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. റോസ് കാല് പിടിച്ചു പറഞ്ഞു, സച്ചിന ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവത്തില്ല, എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ഇനി നീ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല മോളെ. അങ്ങനെ മോളെ അത് ശരി, ഇതാണല്ലേ പരിപാടി. ദയവ് ചെയ്ത് നാറ്റിക്കരുത്. വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പെണ്ണുമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചിന നീ ഒന്ന് ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഫിറോസും ഇങ്ങനായിട്ട് ഇവരുമായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നടിയല്ല, ഇപ്പം ബിഗ് ബോസിൽ ഒരു പ്രമുഖമായ ഒരു ബിഗ് ബോസ് താരത്തിന്റെ കോസ്റ്റ്യൂമറാണിത്. പുള്ളിക്കാരൻ കോസ്റ്റ്യൂമറാണ്. പുള്ളിക്കാരി അത്യാവശ്യം ഫേമസ് ആണ് ഇപ്പം. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. മറ്റേ വോയിസ് റെക്കോർഡിങ് ഇട്ട് നോക്കിയപ്പം അതിനകത്ത് മോളെ നീ കരയണ്ട, അവളെ എന്തോ അഫെയർ പൊട്ടി ഇവൻ ആശ്വസിപ്പിക്കുന്നതും ജീവിതകാലം ഫുള്ള് ഞാനുണ്ട് എന്നുള്ള കുറേ വോയിസ് റെക്കോർഡുകളും അവരെ കുറേ പ്രേമ കഥകളും ഒക്കെ കേൾക്കേണ്ട ഗതിയുടെ പിന്നെയും വന്നു. അവിടെ ചെന്ന് കയറുമ്പം ഞാൻ പോയി നോക്കുമ്പം പുള്ളിക്കാരിയാണ് വന്ന് കഥ തുറക്കുന്നത്. അവിടെ സെറ്റിൽ പുള്ളിക്കാരി വന്ന് കഥ തുറക്കുമ്പം ഈ പുള്ളിക്കാരി കിടക്കുന്ന റൂമിൽ അതും അടച്ചു കിടക്കുന്നു, ഇതും അടച്ചു കിടക്കുന്നു. ഫിറോസ് ഖാന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് നമുക്ക് നല്ല രീതി അറിയാൻ പറ്റും. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യങ്ങളും അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും ഞാൻ മാപ്പ് പറഞ്ഞിട്ടാണ്, അവരുടെ വീട്ടുകാരുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. എന്നെക്കൊണ്ട് ഫിറോസ് ഖാൻ പറയിപ്പിച്ചതാണ്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ പോയി ചേട്ടൻ തിരക്കി നോക്കിയാൽ മതി. ഫിറോസിന് പെണ്ണുങ്ങളോടൊരു ബഹുമാനമോ പെണ്ണുങ്ങൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് പുള്ളിക്കാരന്. കാരണം ഏതൊരു പെണ്ണിനെ കിട്ടിയാലും യൂസ് ചെയ്യുക കളയുക അത്